ഹായ് ഫ്രണ്ട്സ്, പാത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ഒരു പാത്രത്തിൽ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ എന്താണ് ചോദിക്കുമ്പോൾ ഇത് പായസമാണെന്ന് പറയും. അപ്പോൾ വേദയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുമെന്ന് ചോദിക്കുകയാണേ. അങ്ങനെ പായസം വേദ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയും ഇന്നത്തെ പായസത്തിന് അമ്മയും കൂടി സഹായിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും വിക്രം വരികയാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു വിക്രം, നീ എത്ര നേരമായി കിടന്ന് ഉറങ്ങണം, ഉച്ചയായി കഴിഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ. അങ്ങനെ വിക്രം പോയിട്ട് മുഖമൊക്കെ കഴുകാനായിട്ട് പോകുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് പായസമൊക്കെ കുടിച്ചോ എന്നൊക്കെ പറയും. ഈ സമയത്ത് നന്ദിനി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു പായസക്കഥ എന്ന് പറയട്ടോ. അതെ, നന്ദിനിക്കും കൊടുക്കുന്നു ശ്രീജ പറയുമ്പോൾ നന്ദിനിക്കും ഒരു പാത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പായസം ഇങ്ങനെ വായിൽ വെച്ച് നോക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾ ഈ പായസം ഉണ്ടാക്കിയതിന് പിന്നിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട്, ഇവൾക്ക് എന്തോ ആഘോഷിക്കാനുണ്ട് എന്നിങ്ങനെ നന്ദിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണേ. ഇതേ സമയം വിക്രം ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് രാധ വരുന്നത്. രാധയുടെ കയ്യിലായ ഒരു പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്റർ കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അതേ രാധ വന്നു, രാധയ്ക്കും കൊടുക്കും മോളെ പായസം എന്ന് പറയുന്നുണ്ട്. ആഹാ, ഇവള് പായസം ഉണ്ടാക്കി ആഘോഷിക്കുകയാണല്ലേ എന്ന് ചോദിക്കാനുണ്ട്. ആഘോഷം? എന്ത് ആഘോഷം എന്ന് അമ്മ ചോദിക്കുകയാണ്. ആരും ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണേ. എന്താ കുട്ടി, കാര്യം എന്താണെന്ന് പറയുന്നു പറയും. ഈ സമയത്ത് വിക്രം അവിടേക്ക് വരും. എന്താ നീ കിടന്ന് തുള്ളുന്നതെന്ന് ചോദിക്കും. ഒന്നും അറിയാത്ത പോലെ, ഇതൊക്കെ അപ്പം അഭിനയമായിരുന്നല്ലേ എന്ന് ചോദിക്കും. നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കാണ്ടിട്ടോ വിക്രം. ലോകത്തുള്ളൊരു മുഴുവൻ കണ്ടു കഴിഞ്ഞതാ, വേണമെങ്കിൽ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ കൊടുക്കാനിട്ട്. ഇത് കണ്ട് വിക്രം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. നോക്കട്ടെ എന്ന് നന്ദിനി പറയും. അപ്പം നന്ദിനിക്കും കൂടിയിട്ട് ഒരു പോസ്റ്റർ തിരിച്ച് രാധ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നന്ദിനി ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഒരു കുലുക്കോ ഇല്ലാതെ ഒന്നും സംഭവിക്കാത്ത പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വേദയുടെ മുഖത്തേക്ക് അമ്മ ഇങ്ങനെ പതുക്കെ നോക്കുമ്പോൾ വേദ ഒരു കള്ള ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും ചിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു പോസ്റ്റർ നോക്കുകയാണ്. അപ്പം വിക്രം പറയുന്നുണ്ട്, ഞാനിത് അറിഞ്ഞിട്ടില്ല, സത്യമായിട്ട് ഞാനിത് അറിഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറയും. നിങ്ങളറിയാതെ പിന്നെ എങ്ങനെയാണ് ഇത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേദന മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ വേദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നന്ദിനോട് പറഞ്ഞിട്ട് കൊല്ലും പറഞ്ഞാലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഒരു ആംഗ്യ ഭാഷയിൽ. വിക്രാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇപ്പം നാട് മുഴുവൻ ഈ ഫ്ലെക്സ് വെച്ചിരിക്കുക, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു എന്നൊക്കെ പറയും. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നാലാൾ കാണലെ താലി കെട്ടിയത് അറിഞ്ഞതുപോലെ ആയിരിക്കില്ല, അതിലും വലുതൊന്നുമല്ലല്ലോ ഇവിടെ ഈ സംഭവിച്ചെന്നൊക്കെ പറയും കേട്ടോ. അപ്പം രാധയ്ക്ക് മനസ്സിലായി അമ്മയെ അംഗീകരിച്ചു എന്നുള്ളത്. അപ്പോൾ രാധയാണെന്നുണ്ടെങ്കിൽ ദേ നോക്കിക്കോ, ഇതിന് ഞാൻ നിങ്ങളോട് പകരം ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പോകട്ടോ. അപ്പം അമ്മ ഇങ്ങനെ പറയും, ഇതങ്ങനെ ഒരു സാധു എന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ വിക്രാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണം കേട്ടോ. വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കണാകുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതെ ഇത് രാജേട്ടനാണ് കൊടുത്തതെന്നല്ലേ നീ പറഞ്ഞത്, നീ രാജേട്ടനെ വിളിച്ച് ചോദിക്കുക എന്താണ് സംഭവിച്ചത്, എന്തായാലും എന്താണെന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വേദ പറഞ്ഞിട്ട് ഏട്ടത്തി എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് രാജേട്ടനെ വിളിക്കുന്നുണ്ട്. രാജേട്ടനെ വിളിച്ചിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ പോസ്റ്ററിൽ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, നീയല്ലേ കറക്ഷൻ നോക്കിയിട്ട് അയക്കാൻ പറഞ്ഞപ്പോൾ നീ അയച്ചെന്ന പോസ്റ്റർ ആണ് ഞങ്ങൾ അത് ചെയ്തത്, എന്തായാലും കലക്കിയിട്ടുണ്ട്, കളറായിട്ടുണ്ട്, നീ എന്താ ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ വേഗം ഫോൺ കട്ട് ചെയ്യാട്ടെ വിക്രം. എന്നിട്ട് തൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ തൻ്റെ വാട്സപ്പിൽ നിന്ന് തന്നെയാണ് ഒരു ഫോട്ടോ പോയിട്ടുള്ളതെന്ന് വിക്രത്തിന് മനസ്സിലാവണം. വിക്രം നേരാകത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എടി വേതാളമേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെയാണോ, പിന്നെ നീയല്ലാതെ വേറെ ആരാടി ഇവിടെ വേതാളമായിട്ടുള്ളത്, നീയാണോ അത് ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നത്, ഇനിയും സംശയമുണ്ടോ ആ കാര്യത്തിലും ചോദിക്കണേ. പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നിട്ട് വിക്രം, എടി നിന്നെ ഞാൻ പറയല്ല, മുഖത്തേക്ക് അടിക്കാനായിട്ട് കൈ ഇങ്ങനെ ഓങ്ങാണേ. കൈ ഓങ്ങണ സമയത്ത് പെട്ടെന്ന് തന്നെ ചുമരിൽ വന്നടിച്ചിട്ട് വിക്രത്തിൻ്റെ കൈ ആകെ വേദനിക്കുകയാണ്. വിക്രം കൈ കുടഞ്ഞിട്ട്, അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാടി, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയാട്ടെ. വിക്രാണെന്നുണ്ടെങ്കിൽ വേദയാണെന്നുണ്ടെങ്കിൽ ഒരു കുലുക്കവും ഇല്ലാതെ മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണേ. വിക്രം പോയ ശേഷം നന്ദിനി അവിടേക്ക് വരികയാണ്. ഓഹോ, അപ്പം ഇതൊക്കെ നിൻ്റെ പണിയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ ഇതെൻ്റെ പണി തന്നെയാണ്, എന്താ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ അതാണ് പായസം വെച്ച് ആഘോഷിച്ചതിലെന്ന് പറയുമ്പോൾ, ഇനിയും നന്ദിനി അടുത്തിന് ഞാൻ ഒരുപാട് പായസം കുടിപ്പിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. വിക്രാണെന്നുണ്ടെങ്കിൽ റൂമിൽ ചെന്നിരിക്കുന്ന സമയത്ത് ശ്രീനിവാസ സാറ് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സോറി സാർ, അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് ആ വേതാളാണ്. വേതാളോ? അതാര്? അതാ വേദ, നിൻ്റെ ഭാര്യ എന്ന് പറയടാ എന്ന് ശ്രീനിവാസൻ പറയും കേട്ടോ. അപ്പോൾ സാർ, അത് ഞാൻ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിക്കോളാം. വേണ്ട, അതിനി മാറ്റൊന്നും വേണ്ട, അതവിടെ തന്നെ ഇരുന്നോട്ടെ. നീ എന്തായാലും തിങ്കളാഴ്ചത്തെ ഫംഗ്ഷൻ്റെ അന്ന് അവളെയും കൂട്ടി കൊണ്ടുവരണം. അയ്യോ സാറേ, അത് വേണോ എന്ന് ചോദിക്കണം. വേണം, ഞാനൊരു തീരുമാനം എടുക്കണതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. തിങ്കളാഴ്ചത്തെ ഫംഗ്ഷന് വേദയും കൂടി നിൻ്റെ ഭാര്യയായിട്ട് വേണമെന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ വിക്രം ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യും. വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിരിക്കട്ടെ, ഇനി എന്ത് ചെയ്യുന്നുള്ളത് ആലോചിച്ചിട്ട്.
പിന്നീട് കാണിക്കുന്നത് വേദയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്രീജ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, ശ്രീജ അല്ല നന്ദിനിയാണ് പറയുന്നത്, ഇതെന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കിട്ട് അമ്മ തുന്നായിരുന്നു. അപ്പോൾ തുന്നുന്ന സാധനം പിടിച്ച് മേടിച്ചിട്ട് പറയുകയാണ്, ഇതൊക്കെ എന്നോട് പറഞ്ഞൂടെ എന്ന് പറയുന്നത്. ഇത് ചെറുതല്ലേ മോളെ, ഞാൻ ചെയ്തോളും, അതൊന്നും സാരില്ല, ഇതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയുകയാണെ. അവൾ എന്താ അടുക്കളയിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അവൾക്കുള്ള ഭക്ഷണമാണ്, അവൾ അച്ഛൻ കഴിച്ചോളാൻ പറയുന്നത് വരെ സ്വന്തമാക്കി ഉണ്ടാക്കി കഴിക്കുന്നതാണ് പറയുന്നത്. എന്നാൽ പിന്നെ അവൾ ഇവിടുന്ന് കഴിക്കലുണ്ടാവില്ല എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, അച്ഛനൊക്കെ മനസ്സ് മാറും, അച്ഛനത് അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ പറഞ്ഞത്, അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അച്ഛൻ എന്തായാലും മാറ്റം വരുന്നൊക്കെ പറയുകയാണെ. എന്നിട്ട് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, ഇവളിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവളിങ്ങനെ എല്ലാവരുടെ മനസ്സിലും കയറിപ്പറ്റി ലാസ്റ്റ് അച്ഛൻ്റെ മനസ്സിലും കയറിപ്പറ്റിയാലേ ആകെ പ്രശ്നമാവും, എപ്പോഴേക്കും ഓടിക്കണം എന്നൊക്കെ നന്ദിനി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദര വീട്ടിലെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാളെ അച്ഛൻ്റെ പിറന്നാളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ദീപ്തി പറയുന്നുണ്ട്, അയ്യോ അത് ഞാൻ മറന്നു എന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം അച്ഛ എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എല്ലാ പിറന്നാളിലും വേദയാണല്ലോ മുന്നിൽ നിൽക്കാറ് എന്നൊക്കെ പറയും. അപ്പോൾ ദീപ്തിയും പറയും, അത് ശരിയാണ്, വേദ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറെന്ന് പറയട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് അച്ഛന് ദേഷ്യം വന്നിട്ട് ഇനി ഈ വീട്ടിൽ ഒരു ആഘോഷങ്ങളും നടത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നു, അയ്യോ അച്ഛന് ദേഷ്യമായി തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും, ദേഷ്യമല്ല മോനെ, അത് സങ്കടമാണ്. ഇപ്പോൾ പോയിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകും, മുത്തശ്ശിയുടെ മടിയിൽ തല വെച്ച് കെടുക്കും. അങ്ങനെയാണ് അച്ഛൻ ചെയ്യാറ്, എല്ലാ വിഷമങ്ങളും മാറ്റുന്നത് അച്ഛൻ അങ്ങനെയാണ്. ഏറ്റവും അവസാനം എനിക്ക് ആ മടിത്തട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അച്ഛൻ എപ്പോഴും പറയും. അങ്ങനെ ഒരു അധികാരം ഞാൻ ഇതുവരെ അച്ഛൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ശ്രീകാന്തിൻ്റെ അടുത്ത് വർഷ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, അച്ഛനെ വിഷമമായി തോന്നുന്നില്ലേ, എന്തായാലും അച്ഛന് അത്ര വിഷമാവേണ്ട കാര്യമൊന്നുമില്ല, ദീപ്തി ആ കാര്യമല്ലേ പറഞ്ഞത്, വേദയാണ് എല്ലാത്തിനും മുൻകൈ എടുക്കാറെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണത് നിനക്കറിയാഞ്ഞിട്ടാണ്, വേദ എല്ലാ പിറന്നാളിലും അച്ഛൻ്റെ എല്ലാ പിറന്നാളിലും അവൾ ഇവിടെ എത്താറുണ്ട്, ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും അവൾ എത്തും. ഒരു രാത്രി 12 മണിക്ക് ശേഷം അവൾ വാതിൽ മുട്ടി വിളിച്ചിട്ട് ഒരു കേക്കും ഒരു മെഴുകുതിരിയായിട്ട് നിൽക്കുകയാണ്. അത്രയും പോലും പരീക്ഷ സമയത്ത് പോലും അവൾ അച്ഛൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാറുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ വർഷയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അവൾ പോകുന്നത് വരെയല്ലേ ഈ വീട്ടിലെ കാര്യങ്ങൾ അവൾ നോക്കിയത്, അവൾ പോയി കഴിഞ്ഞിട്ടും അവളുടെ പേര് തന്നെയാണ് ഈ വീട്ടിൽ എന്ന് പറയട്ടോ. അതിനെന്താ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കും. എനിക്കെന്ത് ബുദ്ധിമുട്ട്, അവളിങ്ങോട്ട് വരാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത്, അതൊക്കെ നന്ദിനി ചെയ്തോളും എന്ന് വർഷയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അടുത്തേക്ക് ശ്രീജ വരികയാണ്. ശ്രീജ വന്നിട്ട് ചോദിക്കുകയാണ്, ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാട്ടോ എന്ന് പറയും, കഴിക്കാനുള്ള അനുവാദം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ അത് ചെയ്തോളാം എന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അച്ഛനങ്ങനെ പറഞ്ഞത് വേദയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എനിക്കറിയാം എന്ന് പറയാണ്. എന്തായാലും വിക്രം മുഴുവനായിട്ട് നശിച്ചു പോയെന്നാണ് അച്ഛൻ തീരുമാനിച്ച് വിചാരിച്ചിരിക്കുന്നത്, ആ തീരുമാനം തെറ്റാണെന്ന് ഞാൻ അച്ഛന് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ പറയുകയാണേ, അപ്പോൾ ഇഷ്ടപ്പെട്ട് ദേഷ്യപ്പെട്ട് കുട്ടിശങ്കറിന് ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയില്ലേ എന്ന് പറയും. എനിക്ക് ആദ്യവും വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അടുത്തി, എങ്കിലും ഞാൻ കാരണം ഇനി ഒരാൾ നന്നാവാൻ യോഗം ഉണ്ടെങ്കിൽ ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് വേദം മേലെ എഴുതാൻ പോകുന്ന സമയത്ത് നന്ദിനി കിച്ചണിലേക്ക് വരികയാണ്. അങ്ങനെ ഇപ്പം നീ കഴിക്കേണ്ട, ചെറുപയറും ചോറൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്, സമീകൃതാഹാരം ഇന്ന് ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാത്രത്തിലെ ഭക്ഷണം എടുത്തുകൊണ്ട് പോയിട്ട് പുറത്ത് തട്ടിക്കളയാണ്. അതിനുശേഷം പാത്രം കഴുകി കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മൂടി വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാം എന്ന് നന്ദിനി പറയാണ്. പിന്നീട് വേദ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് ശ്രീജ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ കഴിച്ച് പോയിട്ട് കഴിക്കാമെന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറയും. അച്ഛനും അമ്മയും ഒരു കല്യാണ വീട്ടിൽ പോയിരിക്കുകയാണ്, ഞാൻ കഴിച്ചപ്പോൾ വിളിക്കാതിരുന്നത് നന്ദിനിയുടെ സ്വഭാവം അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്, മോള് വന്ന് കഴിച്ചോ എന്ന് പറയും കേട്ടോ. അങ്ങനെ വേദ കഴിക്കാനായിട്ട് എഴുന്നേറ്റ് പോയിട്ട് കിച്ചണിൽ ചെന്നിട്ട് ഒരു പാത്രം തുറന്നു നോക്കുമ്പോൾ ഭക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. അതിൽ പാത്രം കാലിയായിരിക്കുന്നത് കാണിക്കുന്നു. അപ്പോൾ വേദ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.